തെങ്ങണയിലെ പഴയകാല വില്ലന്മാരെ കിട്ടിയിട്ടുണ്ട്. തെങ്ങണയുടെ മറ്റൊരു ക്യാമറ ഇത് 8 മണി തൊട്ട് 10 മണി വരെ തെങ്ങണയ്ക്ക് വരുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചോണം കേട്ടോ. ഈ രണ്ട് സഹോദരിമാരോട് നമ്മുടെ കുസൃതി ചോദ്യം ചോദിക്കാൻ പോവാണ്. ഹലോ, നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊക്കെ. തെങ്ങണയിലുള്ള നമ്മുടെ യാത്രയൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ തെങ്ങണയിലെ പാർട്ട് 2 നമ്മൾ പോവാണ്. തെങ്ങണ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല, അടിപൊളി ഡെവലപ്പായിട്ടുള്ള ഒരു സിറ്റിയാണ്. സിറ്റി എന്ന് പറയാറായിട്ടില്ല, എന്നാലും മറ്റുള്ള നമ്മുടെ നാട്ടിലെ ഗ്രാമങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ പെട്ടെന്നൊരു വികസിതം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് തെങ്ങണ. അവിടെ ഒരുപാട് നല്ല നല്ല ഷോപ്പുകളുണ്ട്, ഒരുപാട് നമ്മൾ അറിയത്തില്ലാത്ത ഒരുപാട് ഷോപ്പുകളും നല്ല നല്ല ഓഫറുകളും അവിടുത്തെ ആൾക്കാർ കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പ്രേക്ഷകരെയൊക്കെ തെങ്ങണ വഴിയൊക്കെ പോകുമ്പോഴത്തേക്കിനും നമ്മുടെ ഈ ഷോപ്പുകളിൽ കയറി ഒന്ന് ചെറുതായിട്ടൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഉപയോഗപ്പെടുന്ന കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ബെല്ലൈക്കൺ ചെയ്യുക, കമന്റ് ഇടാൻ മറക്കണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമന്റ് ഇട്ടോ, എന്തായാലും ഞങ്ങൾ അത് തിരിച്ചുകൊണ്ട് അങ്ങ് വാങ്ങും. അപ്പോൾ ഓക്കെ, നമുക്ക് പോയാലോ. അപ്പം തെങ്ങണയിലെ വിശേഷങ്ങൾ പറയാൻ വേണ്ടി ഈ ട്രാഫിക് ബ്ലോക്കിന്റെ നടുക്ക് തന്നെ നമുക്ക് നിർത്തി സംസാരിക്കാൻ ഒരു ചേട്ടനെ കിട്ടുന്നുണ്ട്. ചേട്ടന്റെ പേര് എങ്ങനെയായിരുന്നു? ജോസൂട്ടി അച്ചായനാ വന്നേക്കുന്നത്. ജോസൂട്ടി ചായ, എങ്ങനെയുണ്ട് തെങ്ങണ? അടിപൊളിയാണ്, വൈബാണ്, ഒരു രക്ഷയില്ല. എത്ര കാലമായിട്ടുണ്ട് തെങ്ങണയില്? പെട്ടെന്ന് വളർന്ന ഒരു സിറ്റി അല്ലേ? വളരെ ഇതിനു മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ല. ഒരു 10 കൊല്ലം കൊണ്ട് വളർന്ന ഒരു സിറ്റി അല്ലേ? വേറെ ഒരു സിറ്റി വളർന്നിട്ടില്ല. ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു സിറ്റി പോലെ വേറെ സിറ്റി വളർന്നിട്ടില്ല. അടുത്ത പ്രദേശങ്ങളൊന്നും വളർന്നിട്ടില്ല. കേട്ടല്ലോ, ഇത് തെങ്ങനെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നില്ല കേട്ടോ. എറണാകുളം സെറ്റപ്പാ. നോക്കിയേ, വണ്ടിയും ബഹളവും കാര്യങ്ങളും ഒക്കെ ആകപ്പാടും ഒറ്റപ്പാടും അല്ലേ? എറണാകുളം സെറ്റപ്പാ, ഫുള്ള് ബ്ലോക്ക്. മെയിനായിട്ടും പറയേണ്ടതാണ് ഒരു രാവിലെ 8 മണി വരെ 10 മണി വരെ, പിന്നെ ഒരു 4 മണി മുതൽ 6 മണി വരെ. 8 മണി തൊട്ട് 10 മണി വരെ തെങ്ങണയ്ക്ക് വരുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചോണം കേട്ടോ, ബ്ലോക്ക് ആയിരിക്കും. അതേപോലെ 4 മണി തൊട്ട് 5 മണി വരെ വരുന്നവർ ശ്രദ്ധിച്ചോണം, അന്നേരം ബ്ലോക്ക് ആയിരിക്കും. ഈ ബ്ലോക്ക് ഇല്ലാത്ത സമയം എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് അറിയത്തുമില്ല. അപ്പൊ തെങ്ങണയിലെ വിശേഷങ്ങൾ പറയാനായിട്ട് നമുക്കൊരു ചേട്ടനെ കേട്ടിട്ടുണ്ട്. ചേട്ടന്റെ പേര് എങ്ങനെയായിരുന്നു? എന്റെ പേര് ലാലിച്ചൻ. പ്രകൃതാനം സ്വദേശി. ഈ കഴിഞ്ഞ 21 വർഷമായി ഈ ബേക്കറി നടത്തിക്കൊണ്ട് പോകുന്നു. ഈ ബേക്കറി 21 വർഷമായിട്ട് തെങ്ങണ സിറ്റിയിലുണ്ട്. തെങ്ങണയിലെ നല്ല കാഴ്ചകളും കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കാഴ്ചകളും കണ്ട് ശരിക്കും തെങ്ങണയുടെ മറ്റൊരു ക്യാമറ ഇത്. അതെ സത്യം. അതെ, ഇവിടെ നടക്കുന്ന എന്ത് സംഭവങ്ങളും ഏത് സമയവും നമ്മൾ കണ്ടും. ഓവൻ ഫ്രഷ്. അതെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. അതേപോലെ തന്നെ അടിപൊളി നാരങ്ങ വെള്ളമാണ്, സോഡ നാരങ്ങ വെള്ളം. ഞാൻ 3-4 വട്ടം ഇവിടെ വന്നിട്ട് കുടിച്ചു കേട്ടോ. നല്ല രീതിയിൽ പോകുന്നു. നല്ല ആൾക്കാർ കേട്ടോ, നല്ല വൈബായി ഇവിടെ നിന്ന് കാണാനും നല്ല ആസ്വദിക്കാനുണ്ട്. വളരെ സന്തോഷം കേട്ടോ. 2024 കലണ്ടറാണ് കഴിഞ്ഞു, 2025 കഴിഞ്ഞു, 2026 പോവാണ് നമ്മൾ. ഇതുവരെയുള്ള എല്ലാ പ്രശ്നങ്ങളും അങ്ങോട്ട് കഴിഞ്ഞ് 2026 നമുക്ക് എല്ലാവർക്കും ഒരേപോലെ വളരെ സന്തോഷമുള്ള ഒരു വർഷമായി മാറട്ടെ എന്ന് ഞാൻ ഈ നിമിഷത്തിൽ നിങ്ങളോട് പറയുകയാണ്. പൊന്നെ, ഈ വർഷം പോലെ തന്നെ ആയിരിക്കും നമുക്ക് 2026. എന്നാ പെട്ടത് തന്നെ കേട്ടോ. ഹലോ മച്ചന്മാരെ, തെങ്ങണയിൽ ഒരു സ്വർണ്ണക്കനി ഉണ്ട്. സ്വർണ്ണക്കനി എന്ന് വെച്ചാൽ 1.5 സ്വർണ്ണക്കനിയാണ്. ആ സ്വർണ്ണക്കനിയുടെ വിശേഷങ്ങൾ പറഞ്ഞേക്ക് മുമ്പ് 80 കാലഘട്ടത്തിലും 90 കാലഘട്ടത്തിലും 2000-ലുമുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. അവരുടെ വിജയത്തിന് ഒരുപാട് സഹായിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. ആ സംഭവം എന്നാന്ന് അറിയാമോ നിങ്ങൾക്ക്? ആ സംഭവത്തിന്റെ പേരാണ് വി-ഗൈഡ്. ഈ വി-ഗൈഡ് ആണ് നമ്മൾ ഈ കാണുന്ന വി-ഗോൾഡ്. അപ്പം ഈ വി-ഗോൾഡിന്റെ അകത്തെ വിശേഷങ്ങൾ നമുക്ക് കാണാം. വി-ഗോൾഡിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കറുകച്ചാലിൽ നിന്നും തെങ്ങണയ്ക്കും പോകുന്ന വഴിക്കാണ്. കറുകച്ചാലിൽ നിന്ന് നേരെ തെങ്ങണ ജംഗ്ഷൻ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് വി-ഗോൾഡ് ഉള്ളത്. അപ്പൊ നമുക്ക് വി-ഗോൾഡിന്റെ സ്വർണ്ണ വിശേഷങ്ങൾ നമുക്ക് വി-ഗോൾഡിന്റെ ഉള്ളിൽ തന്നെ പോയി കാണാം. അപ്പൊ എങ്ങനെയാ, കേറിപ്പോലെ? അപ്പൊ കേറിപ്പോരെ. അപ്പം വി-ഗോൾഡിന്റെ വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ട് PR വന്നിട്ടുണ്ട്. ഹായ് സാർ, ഗുഡ് മോർണിംഗ്. സാറിന്റെ പേര്? എൻ്റെ പേര് നിജാഫ്.
ഞാൻ കൊച്ചി സിറ്റിയിലെ പോലീസ് ഓഫീസറായിരുന്നു. അത് ശരി, പോലീസ് ഓഫീസർ ആയിരുന്നു. ഓക്കെ, അപ്പം വി ഗോൾഡിന്റെ വിശേഷങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് പങ്കുവെക്കോ സാർ ഒന്ന്? ഓക്കെ, ഞാനിപ്പോ വി ഗോൾഡ് ഗ്രൂപ്പിന്റെ PR ആണ്. ഓക്കെ, ഞങ്ങൾക്ക് 4 ബ്രാഞ്ചസ് ആണുള്ളത്. തലയോലപ്പറമ്പ്, ചേർത്തല, തെങ്ങന, പിറവം. അപ്പോൾ ഞങ്ങളിപ്പോൾ 5ാമത്തെ ഷോറൂമിലേക്ക് കടക്കുകയാണ്, തൃപ്പൂണിത്തറ. അപ്പോൾ നിലവിൽ ഞങ്ങൾ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പാരമ്പര്യം എന്ന് പറയുന്നത് വി ഗൈഡ് എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടോ? എല്ലാവർക്കും അറിയാവുന്ന പഴയ കാലത്ത് അറിവിന്റെ ആ ലോകത്തേക്ക് കുട്ടികളെ നയിച്ച ആ വി ഗൈഡ്, അതിൽ നിന്നാണ് ഞങ്ങളുടെ ഈ വി ഗോൾഡിലേക്കുള്ള പ്രയാണം. ആദ്യത്തെ ഷോറൂം ഞങ്ങളുടെ തെങ്ങനെയായിരുന്നു. ആ തെങ്ങിൽ നിന്നാണ് ബാക്കിയുള്ള ബ്രാഞ്ചസിലേക്ക് പോയത്. ഇപ്പോൾ ഞങ്ങൾ ആളുകൾ, സാധാരണക്കാരായ ആളുകൾ ഞങ്ങൾ സ്വീകരിച്ചതിൻ്റെ ഒരു രഹസ്യമെന്ന് പറയുന്നത് കൂടുതലും ഞങ്ങളുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ സാധാരണക്കാരെ ബേസ് ചെയ്താണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അവർക്ക് വേണ്ടുന്ന കുറേ അധികം സ്കീമുകളും സൗകര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു എന്നുള്ള, ഏകദേശം ഇതുവരെ ഒരു 50,000-ത്തിലധികം ഫാമിലിയിൽ ആ കല്യാണത്തിന് ഭാഗമാകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. അത് തന്നെ വലിയൊരു സന്തോഷമുള്ള ഒരു വളരെ സന്തോഷമാണ് ഞങ്ങൾ. കാരണം തന്നെയുമല്ല, അതെല്ലാം സാധാരണക്കാരായ ആളുകളാണ്. ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും സ്വർണ്ണ സ്വപ്നങ്ങളുണ്ട്. പക്ഷേ സാമ്പത്തികം ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് സ്വന്തമാക്കുന്നതിന് പല തടസ്സങ്ങളുമുണ്ട്. അതിനുള്ള തടസ്സങ്ങൾ നീക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. അപ്പോൾ സാറേ, ആ തടസ്സങ്ങൾ നീക്കാനായിട്ട് വി ഗോൾഡിന്റെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഓഫറോ കാര്യങ്ങളോ, അതേപോലെ ഇപ്പം ഒന്നിച്ച് ഇപ്പോൾ ഒരു കല്യാണ ഫംഗ്ഷൻ നടക്കുന്നു, അപ്പം അവർക്ക് ഒന്നിച്ച് പൈസ തരാൻ പറ്റാതെ വരുവാണെങ്കിൽ, ഒരു അവസ്ഥ വരുവാണെങ്കിൽ വി ഗോൾഡിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സഹായങ്ങൾ അതിനെക്കുറിച്ച്, അതായത് പകുതി ആദ്യം മുൻകൂർ തന്ന് ബാക്കി കല്യാണം കഴിഞ്ഞാൽ തീർച്ചയായും അങ്ങനത്തെ സ്കീമുകൾ തീർച്ചയായും. കാരണം ഗോൾഡിന്റെ റേറ്റ് അറിയാലോ. പക്ഷേ ആളുകളുടെ സങ്കല്പങ്ങൾക്ക് യാതൊരു ഈ റേറ്റ് ഒന്നും പ്രശ്നമല്ല. എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചൊരു വെഡ്ഡിംഗ് പാർട്ടി, അതും സാധാരണക്കാർക്ക് അവർ ആഗ്രഹിക്കുന്ന സ്വർണം വാങ്ങാൻ ഇതിൻ്റെ പകുതി പൈസയെങ്കിലും അവരുടെ കയ്യിലുണ്ടെങ്കിൽ, ഉദാഹരണം ഒരു 10 പവൻ്റെ സ്വർണം വാങ്ങും. പക്ഷേ അവർക്ക് 5 പവൻ്റെ സ്വർണം വാങ്ങാനുള്ള ക്യാഷ് മാത്രമേ അവർക്കുള്ളൂ. അവർക്ക് 10 പവൻ്റെ സ്വർണം അവരുടെ മകൾക്ക് അണിയിക്കണം. 5 പവൻ്റെ ആ പകുതി പൈസ മാത്രം വാങ്ങിക്കൊണ്ട് ഞങ്ങൾ അവർക്ക് ഗോൾഡ് കൊടുക്കും. ബാക്കി ഞങ്ങൾക്ക് ഒരു നെക്സ്റ്റ് വീക്കിൽ ആഫ്റ്റർ മാരേജ് ഒരു വിത്തിൻ 1 വീക്കുള്ള ആ ഒരു സ്കീമിൽ അത് ബാക്കിയുള്ളതിൻ്റെ ഒരു പകുതി പൈസയും, ബാക്കിയുള്ള പൈസക്ക് ഒരു 30 to 45 ഡേയ്സ് വരെ നമ്മൾ അവർക്ക് ഒരു ക്രെഡിറ്റ് സൗകര്യം. അത് ആളുകൾ വളരെ അക്സെപ്റ്റബിൾ ആണ്. അത് കൃത്യമായിട്ട് ആളുകൾ ഓഫർ നല്ലപോലെ ഉപയോഗപ്പെടുത്തുന്നു. അത് തന്നെ ഒരു ഇടത്തര കുടുംബം ആണെങ്കിൽ ഇപ്പം 3 ലക്ഷം രൂപ തൊട്ട് വെഡ്ഡിംഗ് സെറ്റ്, അങ്ങനെ പല ജ്വല്ലറികളിലും 5 ലക്ഷം മുതലാണ് ഞാൻ അറിയുന്നത് വെഡ്ഡിംഗ് കളക്ഷൻസ് ഉള്ളത്. ഇവിടെ എത്ര രൂപ തൊട്ട് സ്റ്റാർട്ട്? ഞങ്ങൾക്ക് ഇവിടെ ഒരു 3 lakh മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന വെഡ്ഡിംഗ് സെറ്റുകൾ അവൈലബിൾ ആണ്. കാരണം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ എന്ന് പറയുമ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ പ്രേക്ഷകരെ, 3 ലക്ഷം രൂപ തൊട്ടുള്ള വെഡ്ഡിംഗ് സെറ്റ് നമ്മുടെ വി ഗോൾഡിൽ അവൈലബിൾ ആണ്. 3 ലക്ഷം തൊട്ട് മുകളിലോട്ടും ഉണ്ട് കേട്ടോ. അതേപോലെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കൂടാതെ ഞങ്ങൾ V18 എന്ന് പറഞ്ഞൊരു ബ്രാൻഡിലേക്ക് ഞങ്ങൾ എത്തി. ഇപ്പം അത് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ എല്ലാ ഷോറൂമിലും അത് അവൈലബിൾ ആണ്. 18 കാരറ്റ് ഗോൾഡ് ആണ്. കാരണം അതും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ആഭരണ സങ്കല്പം പൂർത്തീകരിക്കുന്നതിന് വളരെ പ്രയോജനം ചെയ്യുന്നുണ്ട്. കൂടാതെ ഒരു 3000 മുതലുള്ള ഡയമണ്ട് സെറ്റുകൾ, അതെല്ലാം ഇപ്പോൾ ഞങ്ങളുടെ എല്ലാ ഷോറൂമിലും അവൈലബിൾ ആണ്. കൃത്യമായിട്ട് അത് നമ്മുടെ ആളുകളെല്ലാം, നമ്മുടെ കൺസ്യൂമേഴ്സ് ആയിട്ടുള്ള ആളുകൾ മുഴുവൻ അത് കൃത്യമായിട്ട് അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. 3000 രൂപ തൊട്ടുള്ള ഡയമണ്ട് ആഭരണങ്ങൾ നമ്മുടെ വി ഗോൾഡിൽ ലഭ്യമാണ്. അതേപോലെ തന്നെ സാറേ, EMI അങ്ങനെ ആയിട്ട് EMI എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ആളുകളുടെ കയ്യിൽ ക്യാഷ് റെഡി ഇല്ല, പക്ഷേ സ്വർണം വാങ്ങിക്കണം. അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു അടുത്ത വർഷം അല്ലെങ്കിൽ 2 കൊല്ലം കഴിയുമ്പോൾ അവരുടെ മകളുടെ വിവാഹം വരുമ്പോൾ ആ സമയത്ത് അവർക്ക് എങ്ങനെയൊക്കെ സ്വരൂപിച്ചാലും പൈസ ഉണ്ടാവാത്ത ഒരു സാഹചര്യം, അത് സേവിങ്സിൽ വെച്ചാൽ പോലും മറ്റു ചിലവുകൾക്ക് അത് ഡൈവേർട്ട് ചെയ്തു പോകും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കുള്ള സമ്പാദ്യ പദ്ധതി ഞങ്ങളുണ്ട്. അതായത് ചെറിയ 1000 മുതൽ തുടങ്ങുന്ന ചെറിയ തുകകൾ അടച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു 11 മാസത്തെ പീരീഡ് ഇട്ടാണ് നമ്മളത് ഓരോ സ്കീമുള്ളത്. ആ 11 മാസത്തിനുള്ളിൽ അവർ അടച്ച തുകയ്ക്കുള്ള മുഴുവൻ ഗോൾഡും ഇവിടെ നിന്ന് എനി മോഡൽ 0 മേക്കിംഗ് ചാർജാണ് ഏറ്റവും ഞങ്ങളുടെ ഹൈലൈറ്റ്. കാരണം മേക്കിംഗ് ചാർജിൽ ഇന്ന് നാളിതുവരെ ഇവിടെയുള്ള കോർപ്പറേറ്റുകളും മറ്റ് കോമ്പീറ്റ് ചെയ്തിരിക്കുന്ന മറ്റ് സ്ഥാപനങ്ങൾ കൊടുക്കുന്നതിനേക്കാൾ ഏറ്റവും കുറവ് മേക്കിംഗ് ചാർജിലാണ് ഞങ്ങൾ. സ്വർണ്ണത്തേക്കാൾ കൂടുതൽ വില മേക്കിംഗ് ചാർജ്, പക്ഷേ ഇവിടെ അത് വളരെ കുറച്ചു. പക്ഷേ മേക്കിംഗ് ചാർജ് കുറയാനുള്ള കാരണം എല്ലാവരും ചോദിക്കും, ഇത്രയും ഞങ്ങൾ എന്തുകൊണ്ട് വി ഗോൾഡ് ഈ മേക്കിംഗ് ചാർജ് ഇത്ര കുറച്ച് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ, ഞങ്ങളത് ഈ മേക്ക് ചെയ്യുന്നത് ഞങ്ങളുടെ ആ മേക്കിങ്ങിൽ ഞങ്ങളുടെ സ്വന്തം
ആ ആഭരണശാലയിൽ തന്നെ മേക്ക് ചെയ്യുന്നത് കൊണ്ട് കൃത്യമായിട്ട് അതിന്റെ കോസ്റ്റ്, അതെ, മേക്കിംഗ് യൂണിറ്റ് ഉള്ളത് കൊണ്ട് കൃത്യമായിട്ട് നമുക്കത് ആ മേക്കിംഗ് ചാർജിൽ വളരെ മറ്റുള്ളവരുമായിട്ട് വ്യത്യാസം ചെയ്തു കൊടുക്കാൻ സാധിക്കും. പിന്നെ ഈ സമ്പാദ്യ പദ്ധതി ഞാൻ പറഞ്ഞല്ലോ, അവരെ സംബന്ധിച്ചിടത്തോളം അത് വാങ്ങിക്കാൻ നേരത്തെ അവർ അടച്ചിരിക്കുന്ന തുകയ്ക്ക് 1 രൂപ പോലും പണിക്കൂല്ലാതെ ഓൺലി GST മാത്രം വാങ്ങിക്കൊണ്ടാണ് ഞങ്ങൾ ആ ആഭരണങ്ങൾ. അതായത് ഗോൾഡിന്റെ ചിട്ടി ചേരുവാണെങ്കിൽ പണിക്കൂലിയില്ല, പണിക്കൂലി മാത്രമുള്ള. അത് ഏറ്റവും നല്ല കാര്യം ഏതാണ്, നിങ്ങൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക, പണിക്കൂലിയില്ല. നിങ്ങൾ എത്ര രൂപ മുടക്കുന്നു ആ പൈസക്കുള്ള സ്വർണം ഈ ഗോൾഡിൽ ലഭ്യമാണ്. വേറെ ഒരു സമ്പാദ്യ ശീലം കൂടി നമ്മുടെ ആളുകളുടെ, അതായത് ഇപ്പൊ നമ്മുടെയൊക്കെ വീടുകളിൽ എല്ലാവരും ഇപ്പൊ ഇന്നിപ്പോ ഈ ഗോൾഡിനൊക്കെ വില കൂടിയതുകൊണ്ട് എല്ലാവരും ഈ മറ്റേ കള്ളന്മാരെയൊക്കെ പിടിച്ച് ആകെ ലോക്കറിലേക്ക് കൊണ്ട് വെക്കുന്നു. അപ്പൊ ആ ലോക്കറിൽ കൊണ്ട് വെക്കുന്ന ഗോൾഡ് അവിടെ ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടോടെ ഇരിക്കുക. പക്ഷെ അങ്ങനെ വീട്ടിൽ ഉപയോഗിക്കാത്തതോ ലോക്കറിൽ ഇരിക്കുന്ന ഗോൾഡ് നമ്മളിത് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിനൊരു പീരീഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഒരു 11 മന്ത്സിലേക്കാണ് വരുന്നതെങ്കിൽ ആ 11 മാസം കഴിയുമ്പോൾ എത്ര ഗ്രാം സ്വർണമാണോ ഞങ്ങൾക്ക് അവർ ഏൽപ്പിച്ചിരിക്കുന്നത് അത് തിരിച്ചു കൊടുക്കുമ്പോൾ അതിനോട് ചേർന്ന് 10% എക്സ്ട്രാ ഗോൾഡോട് കൂടി, അതും ഈ ഞാൻ പറഞ്ഞതുപോലെ 0 മേക്കിംഗ് ചാർജിൽ എനി മോഡൽ എടുക്കാം, 1 രൂപ പോലും പണിക്കൂലി നൽകണ്ട. പക്ഷേ 10%, അതായത് 10 പൗൺ സ്വർണമാണ് ഇവിടെ അവർ സറണ്ടർ ചെയ്യുന്നതെങ്കിൽ ഞങ്ങൾ ആ 11 മാസം കഴിയുമ്പോൾ അവർക്ക് 11 പവനാണ് തിരിച്ചു കൊടുക്കുന്നത്. 0 മേക്കിംഗ് ചാർജാണ്. അപ്പം വീട്ടിൽ സ്വർണം വെച്ചുകൊണ്ടൊന്നും ആരും ഇരിക്കണ്ട, നേരെ ഗോൾഡിൽ കൊണ്ട് വെക്കുക. 11 മാസം കഴിയുമ്പോൾ, ഉദാഹരണത്തിന് നിങ്ങൾ ഒരു 10 പവന വെക്കുന്നെങ്കിൽ 11 മാസം കഴിയുമ്പോഴത്തേനും 11 പവൻ നിങ്ങളുടെ കയ്യിലോട്ട് ഇഷ്ടമുള്ള മോഡൽ മാറ്റിയെടുക്കാം, ഇഷ്ടമുള്ള മോഡൽ നിങ്ങൾക്ക് എടുക്കാം. വെറുതെ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട, നേരെ ഗോൾഡിൽ കൊണ്ടുവന്നു. അപ്പോൾ ഓക്കെ, താങ്ക്സ് സാർ. സാധാരണക്കാർക്കുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് സാർ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് പാസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓക്കെ. അപ്പോൾ ഗോൾഡിലെ വിശേഷങ്ങൾ എല്ലാവരും കണ്ടു കാണുമല്ലോ. ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നമ്മൾ താഴെ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ. 2 സഹോദരിമാരെ കിട്ടിയിരിക്കുകയാണ്, നമുക്ക് അവരെ പരിചയപ്പെടാം. പേരെങ്ങനെയായിരുന്നു? ഗൗരി. അപ്പം ഈ 2 സഹോദരിമാരോട് നമ്മുടെ കുസൃതി ചോദ്യം ചോദിക്കാൻ പോവാണ്. ആർക്കും ഇഷ്ടപ്പെടാത്ത ദേശം ആലോചിച്ച് പറഞ്ഞാൽ മതി. ആർക്കും ഇഷ്ടപ്പെടാത്ത ദേശം. കറക്റ്റ് ഉത്തരവാണ്. ഉപദേശം തന്നെയാണ് കേട്ടോ. ആർക്കും ഇഷ്ടപ്പെടുകയല്ല. ഒരുപാട് ഉപദേശിക്കുന്ന ആർക്കും ഇഷ്ടമാണോ? അത് തന്നെയാണ്. അപ്പം ആർക്കും ഇഷ്ടപ്പെടാത്ത ദേശം ഏതാന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ സഹോദരി ഗൗരിയാണ് പറഞ്ഞത് ഉപദേശമാണ്. അപ്പം ട്രാവലിംഗ് ടൂർസിന്റെയും അതേപോലെ തന്നെ ബോധിനിയും നൽകുന്ന മസാലക്കൂട്ടാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. 1 മാസത്തേക്കിനുള്ളതുണ്ട്, ഉടനെ ഒന്നും മേടിക്കണ്ട കേട്ടോ. തെങ്ങണയിലെ പഴയകാല വില്ലന്മാരെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ചോദിക്കാം. മെയിൻ വില്ല നിൽക്കുന്നു. പേരെന്താ? കുഞ്ഞുമോൻ. സെക്കൻഡ് സലീം. സലീമിക്കായും കുഞ്ഞുമോനും ഉണ്ട്, കുഞ്ഞുമോൻ അച്ചായനും ഉണ്ട്. നമുക്ക് തെങ്ങണയെ കുറിച്ചുള്ള വിശേഷങ്ങൾ കുഞ്ഞുമോൻ അച്ചായനോടും സലീമിക്കോടും ചോദിച്ച് മനസ്സിലാക്കാം. പറയാം, തെങ്ങണയെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? പറഞ്ഞോ. സാഹോദര്യമായിട്ടും നിലനിൽക്കുന്നതും എല്ലാം മതസ്ഥരും ഒരേപോലെ നിൽക്കുന്ന ഒരു സ്ഥലമാണ്. എല്ലാ മതസ്ഥരും ഒരേപോലെ നിൽക്കാന്ന് പറയുമ്പോ തന്നെ ആ നാടിന്റെ ലെവൽ അങ്ങ് മാറി. അതങ്ങ് ഇത്തിരി ഗ്രേഡ് കൂടുതലാണ്. പിന്നെ ഒന്നുമില്ലാതെ പേരിൽ തെങ്ങണ വലിയ ടൗണായി. ഇപ്പം ഒന്നുമില്ലായ്മയിൽ നിന്ന് തെങ്ങണ വളർന്ന് നേരിക്കണ്ട ആൾക്കാരാണ് അല്ലേ? നിങ്ങൾക്ക് ഒരു അത്ഭുതമായിട്ട് തോന്നില്ല തെങ്ങണ? അല്ലേ? പണ്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന, നിങ്ങൾ ഓടി കളിച്ച് നടന്നിട്ട് തെങ്ങണയാണോ ഇന്ന്? അല്ല. ഇന്ന് റോഡ് ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര നേരം നിൽക്കണം? ഭയങ്കര പാടല്ലേ? അതാണ് നമ്മുടെ വളർച്ച അല്ലേ? അപ്പം പഴയ വില്ലന്മാരുടെ വാർത്തകളൊക്കെ കേട്ടല്ലോ. പഴയ വില്ലന്മാരുടെ കൂടെ ഞാനും ഒന്ന് നിൽക്കട്ടെ. ഇങ്ങോട്ട്. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ഹായ് പറയാം കേട്ടോ. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും വേണ്ടി നമ്മുടെ പഴയ വില്ലന്മാരും പിന്നെ പുതിയ വില്ലനായി ഞാനും കൂടി ഹായ്. അപ്പൊ എല്ലാവർക്കും പാർട്ട് 2 ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നെല്ലാം ഇഷ്ടപ്പെടും. അതേപോലത്തെ കാഴ്ചകളൊക്കെ നമ്മൾ ഉൾപ്പെടുന്നുള്ളൂ. ഇനി പാർട്ട് 3, പാർട്ട് 1ലും 2ലും കണ്ടൊന്നുമല്ല കേട്ടോ. 3 ഒരു കിടുക്കൻ സംഭവം തന്നെയാണ്. അപ്പം ആരും 3 എപ്പിസോഡ് മിസ് ചെയ്യരുത്.